ചെറിയ വാളയൊന്നുമല്ല, ഇത് സാമാന്യം. ഇത് എവിടെ നിന്ന് കിട്ടി? ആ ഹാ ഹാ. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളിപ്പള്ളിയുടെ മുന്നിലാണ്. പുതുപ്പള്ളിപ്പള്ളിയുടെ മുൻവശത്ത് ഈ കവാടത്തിലെല്ലാം വെള്ളം കയറിയിരിക്കുകയാണ്. അതുപോലെ പുതുപ്പള്ളിയുടെ പല സ്ഥലങ്ങളിലും ജലനിരപ്പ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയൊന്നും ഇവിടെ വെള്ളമില്ലായിരുന്നു, ഇന്നിപ്പാണ് വെള്ളം കയറിയത്. അതുപോലെ ഇപ്പം വാഹന ഗതാഗതം കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളാണ്. മിക്കയിടത്തും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട്. മീനടത്ത് ഞണ്ടുവള്ളത്തിൻ്റെ അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നമില്ല. അതുപോലെ തറയപ്പാടത്തിൻ്റെ അവിടെ കുഴപ്പമില്ല, പന്നിക്കോട്ട് പാലം കുഴപ്പമില്ല. ഇപ്പം മുങ്ങിയിരിക്കുന്നത് അമ്പാട്ടുകടവ് മുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഈ പുതുപ്പള്ളിപ്പള്ളിയുടെ അവിടെ നിന്നുള്ള പാലൂപ്പടിക്കുള്ള ബൈപ്പാസിൻ്റെ അവിടെയും വെള്ളമുണ്ട്. അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ തൊട്ട് നല്ല കനത്ത മഴയായിരുന്നു. അപ്പം പുതുപ്പള്ളിപ്പള്ളിയുടെ മുൻവശത്ത് ഗ്രൗണ്ടിലെല്ലാം വെള്ളം കയറി. അതുപോലെ അവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ, അതുപോലെ പള്ളിയുടെ മുൻവശത്ത്, അതുപോലെ താഴത്തെ പള്ളിയുടെ സൈഡിൽ എല്ലാം വെള്ളം കയറി. ഇവിടെ നിങ്ങൾക്കറിയാം ഒരുപാട് തട്ടുകടകളൊക്കെയുള്ള, ബജിക്കടകളൊക്കെ ഉള്ളതാണ്. അവിടെയും വെള്ളം കയറി. എല്ലാം വെള്ളം ഇന്ന് റോഡുമായിട്ട് തുപ്പ നിൽക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ കൊട്ടാരത്തിക്കടവിലേക്കുള്ള വഴിയാണ്. ഈ വഴി പൂർണ്ണമായിട്ടും വെള്ളം കയറി, വാഹനം പോകത്തില്ല. ഞാൻ കുറച്ച് ദൂരം ഒന്ന് സ്കൂട്ടറുമായിട്ട് കിടക്കാൻ നോക്കിയിട്ട് പാടായിരുന്നു. ഇവിടെ വഴി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലെ ആരും വാഹനമായിട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്കൂട്ടറിൻ്റെ തട്ടേ വരെ വെള്ളം കയറി. ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്ക് നിന്ന് പോയെങ്കിൽ കാര്യങ്ങളെല്ലാം കുഴയും. അതുകൊണ്ട് അവിടുന്ന് തിരിച്ചു. വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് രാവിലത്തെയാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് അങ്ങനെ മഴയുടെ വലിയ ശല്യം ഇല്ലായിരുന്നു. ഇവിടെ രാവിലെ നല്ലപോലെ വെള്ളമായി. ഇവിടെ ഒരു വള്ളത്തെ മീൻ പിടിക്കാൻ പോയിട്ട് വന്നവരുണ്ട്. അവരയിൽ ഇവിടെ കൂടുതലിപ്പം കിട്ടുന്നത് മഞ്ഞക്കൂരിയാണ് കിട്ടുന്നത്. മിക്കവർക്കും കിട്ടുന്നത് ഇത് പുല്ലം കുറവുണ്ട്, മഞ്ഞക്കൂരി ഇടയ്ക്കുണ്ട്. അന്നേരം അവർ കുറച്ച് വിറ്റെന്ന് പറഞ്ഞ്. ഇവിടെ വലത് സൈഡിലും മീൻപിടുത്തക്കാരുണ്ട്. ഇവർക്കും മഞ്ഞക്കൂരിയാണ് കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാം രാവിലെ തന്നെ ഉണ്ടായിരുന്നു, നിറച്ചുണ്ടായിരുന്നതെല്ലാം ഇവർ വിറ്റു. അതുപോലെ ഇവിടെ മീൻ വിൽക്കുന്നുണ്ട്. ധാരാളം ആൾക്കാർ മീൻ മേടിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഇരവനല്ലൂർക്ക് പോകുമ്പോഴത്തേന് റോഡിൻ്റെ രണ്ട് സൈഡും നല്ലപോലെ വെള്ളം വന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ക്ലബിൻ്റെ മുൻവശവും എല്ലാം വെള്ളത്താലങ്ങ് മൂടി. ഇവിടുന്ന് പിന്നെ വെള്ളത്തിൻ്റെ കൂടുതൽ പ്രശ്നമുള്ള സ്ഥലമെന്ന് പറഞ്ഞത് അമ്പാട്ടുകടവാണ്. അമ്പാട്ടുകടവ് ഞാൻ രാവിലത്തെ വീഡിയോയ്ക്കകത്ത് കാണിച്ചായിരുന്നു. അപ്പോൾ അവിടെ വാഹനം പോകത്തില്ല, അതുപോലെ വെള്ളം വന്നു. ഇനി നമുക്ക് ഇവിടുന്ന് വലത്തോട്ട് പോകുന്നത് പാറയ്ക്കക്കടവാണ്. അപ്പോൾ ഇന്നലെ 2 പേര് വെള്ളം മറിഞ്ഞ് മരണപ്പെട്ട സ്ഥലമാണ് പാറയ്ക്കക്കടവ്. ഇവിടെ നിന്ന് വലത്തോട്ടാണ്. ഇവിടെ റോഡിൽ കുറച്ച് വെള്ളമുണ്ട്, വാഹനങ്ങളെല്ലാം പോകുന്നുണ്ട്. ആ ബസ് ഓടിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്താണ്. പുള്ളി എന്നെ വിളിച്ചാൽ ഞാൻ വീഡിയോ എടുത്ത് പോയപ്പോഴത്തേന് ഇത് പാറയ്ക്കക്കടവാണ്. ഇവിടെ ഇതുപോലെ 2 സൈഡും വെള്ളം കയറി. റോഡിലോട്ടും കയറിയിട്ടില്ല. ഇത് വലതുവശത്ത് ഒരു ഷാപ്പുണ്ട്. ഈ ഷാപ്പിലാണ് ഇന്നലെ അവർ വള്ളത്തെ നടക്കുന്ന വീഡിയോ കണ്ടത്.
ഈ ഷാപ്പിൻ്റെ ഇവിടെ എല്ലാം നല്ലപോലെ വെള്ളം വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഷാപ്പിൻ്റെ അവിടെ നിന്ന് ഇവരിപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ ഈ ഇപ്പോൾ ഇറങ്ങി പോകുന്ന ആ സൈഡിലോട്ട് നമുക്കിവിടെ നിന്നാൽ നേരെ കാണാം. ഈ ഭാഗത്തായിട്ടാണ് അവർ നേരെ മുൻവശത്താണ്. ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുകയാണ്. ഈ കടവിലാണ്, ഈ ഭാഗത്താണ് അവർ വെള്ളം മറിയുന്നത്. അത് ഷാപ്പിൻ്റെ അവിടെ നിന്ന് പുറവശത്തോടെ ഇറങ്ങി വരുന്ന വഴിയാണ്. ഇവിടെയൊക്കെ ഈ ആറ് നികന്ന് വെള്ളം ഒഴുകുകയാണ്. കര ഏതാന്ന് പോലും അറിയാൻ മേലാത്ത രീതിയിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പാലത്തിൻ്റെ സമീപത്ത് ഇവിടെ വീശുകാരുണ്ട്. ഇവിടുത്തെ ആറ് പോലും കാണാൻ മേലാത്ത രീതിയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഇതുപോലെ വെള്ളം വന്നപ്പോഴത്തേന് റോഡിലോട്ടൊക്കെ കയറി വാഹന ഗതാഗതം ഇവിടെ തടസ്സപ്പെട്ടതാണ്. ഇപ്രാവശ്യം അങ്ങനെ വലിയ കുഴപ്പമില്ല. ഇവിടെ എല്ലാം കണ്ടത്തിലും എല്ലാം മൊത്തം വെള്ളമായി നിൽക്കുകയാണ്. അന്നേരം നമ്മുടെ പുതുപ്പള്ളിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിലെ വന്നു. അവരുമായിട്ട് കുറച്ച് സമയം വർത്തമാനം പറഞ്ഞു. അപ്പോൾ അന്നേരത്തിനാണ് നമ്മുടെ സുഹൃത്തിനെ കണ്ടത്. ശരി. ഒത്തിരി പണിയുണ്ട്. അതിനിടയ്ക്ക് രാത്രി ഒരു 2 പിള്ളേർ വന്നു 12 കൊടുക്കാവുന്നു. അദ്ദേഹം മുന്നോട്ട് പോയതാണ്. ഞാനിവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തിരിച്ചു വന്നതാണ്. അന്നേരമാണ് നമ്മുടെ പുതുപ്പള്ളിയിലൊരു ഓട്ടോ ഡ്രൈവറുടെ മകള് മരിച്ചതിൻ്റെ വിവരം എനിക്ക് മെസ്സേജ് വന്നത്. അപ്പം നമുക്ക് ഇവിടെ മഴ നനയാതെ കയറിയെന്ന് ഫോണിൽ അത് എഡിറ്റ് ചെയ്യാൻ നോക്കിയതാണ്. അന്നേരം നല്ല സുന്ദരികളായ 2 പൂച്ചക്കുട്ടികൾ. ഇവിടെ ഈ പാറക്കക്കടവ് ഭാഗത്ത് ഒരുപാട് ഇതുപോലെ ആൾക്കാർ കൊണ്ട് ഈ പൂച്ചക്കുട്ടികളെ ഉപേക്ഷിക്കുന്ന സ്ഥലമാണ്. അത് വലിയ കഷ്ടമാണ്. കാരണം അവർക്ക് അവിടെ കടയോ കാര്യങ്ങളോ ആഹാരം പോലും ഇല്ല. ഒരുപാട് പൂച്ചക്കുഞ്ഞുങ്ങൾ ആ വഴിയിലെല്ലാം നടക്കുന്നതാണ്. അങ്ങനെ നമ്മൾ നേരെ പുതുപ്പള്ളി പള്ളിയുടെ അങ്ങോട്ട് തിരിച്ചു വരികയാണ്. അതിശക്തമായ മഴയാണ് രാവിലെ പെയ്തത്. അതുപോലെ മീൻ പിടിക്കാൻ പോകുന്നവരും ചൂണ്ടയിടാൻ പോകുന്നവരും മാതാപിതാക്കളെ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും കുട്ടികൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി ഇറങ്ങരുത്. വെള്ളത്തിൽ വീണ് ഒരുപാട് ആൾക്കാരാണ് ഇതുപോലെ മരണപ്പെട്ടത്. നമുക്ക് വെള്ളത്തിൽ എത്രമാത്രം പരിചയമുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, നീന്തൽ അറിയാമെന്ന് പറഞ്ഞാലും ചില സമയങ്ങളിലൊക്കെ അബദ്ധപ്പെട്ടു പോകാം. അതുകൊണ്ട് കഴിവതും ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക.